അപ്പോൾ ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഇലക്ഷൻ്റെ ചൂടും പിന്നെ നമ്മുടെ വേനൽക്കാലത്തിൻ്റെ ചൂടും ഒന്നിച്ച് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ജനങ്ങളുടെ ജനാധിപത്യം ഇന്ന് ഒരു വോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെയൊക്കെ എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിക്കാം. ആര് കേരളം ഭരിക്കുമെന്ന്, LDF ആണോ, UDF ആണോ, NDA ആണോ, നമുക്കത് ചോദിച്ചറിയാം. ചേട്ടാ, നമ്മളെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നമ്മൾ വോട്ടൊക്കെ ചെയ്തിട്ടുള്ള വരുന്ന വരവായിരിക്കും. അപ്പോൾ ഇത്തവണ ഇത് കേരളം ആര് ഭരിക്കും നിങ്ങളുടെ അഭിപ്രായം? കേരളം ഇടതുപക്ഷം തന്നെ ഭരിക്കും. പിണറായി സർക്കാർ തന്നെ വീണ്ടും വരുമെന്ന എൻ്റെ ഉദ്ദേശം. പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വികസനം എല്ലാം വന്നിട്ടുണ്ട് നാട്ടിലേക്ക്. വിദ്യാഭ്യാസ രംഗത്തിൽ നല്ല ഇതുണ്ട്, നേട്ടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതന്നെ വരൂ എന്നല്ല ഞങ്ങളെ പ്രതീക്ഷ. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നിങ്ങൾ വോട്ടിട്ടിട്ടല്ലേ വരുന്നത്? അപ്പോൾ ഇത്തവണ ആര് വിജയിക്കും നിങ്ങളൊരു അഭിപ്രായം? ഈ പ്രാവശ്യം LDF തന്നെ വരും, അത് ഉറപ്പാണ്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്? അത് LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും അതൊരു വോട്ടായി മാറും. ആര് ജയിച്ചോ എങ്ങനെ എല്ലാ കാര്യത്തിലും നല്ലൊരു ഉപകാരപ്പെടണോ? ഏത് ജയിച്ചും വണ്ടി മോഡിഫിക്കേഷൻ ഫസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിനെ നിർത്തലാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനെന്ത് പറയാനുള്ളത്? ഭരണം മാറിയെങ്കിൽ എല്ലാം നടക്കും, ഉറപ്പന്നെ അല്ലേ? ഇത്തവണ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ കേരളം ഇനി ആര് ഭരിക്കും? കേരളം UDF ഭരിക്കണമെന്ന് നമ്മൾ പറയുന്നത്. UDF ഭരിക്കണം. ഇത്തവണ നമുക്ക് ഇത്ര സമയത്ത് എന്തോ ഒരു ഇതുണ്ടായിട്ടില്ല, വികസനം ഇല്ല. മാറി കിട്ടണം എന്നാണ് ഒരു അഭിപ്രായവും ആഗ്രഹവും. നിസ്സംശയം പറയാം UDF. എന്തുകൊണ്ട് UDF ഭരിക്കാന്ന് പറയുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെന്റിന്റെ നെറികേടുകൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താണിന്ന്. ഇത്തവണ ഇത് കേരളം ആര് ഭരിക്കും? ഇത്തവണ തീർച്ചയായിട്ടും വീണ്ടും മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരും, അതിന് യാതൊരു തർക്കവും ഇല്ല. അത് എന്തുകൊണ്ട് വരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ടെന്നുള്ളത് നമ്മുടെ ഈ കേരളത്തിന് വശിക്കുന്നതിന്റെ ലോകത്ത് തന്നെയുള്ള മുഴുവൻ കേരളീയർക്ക് മനസ്സിലാകാൻ സാധിക്കും. നമ്മുടെ കേരളത്തിന് ഈ 10 വർഷമായിട്ട് വന്ന വലിയ മാറ്റം, വികസന രീതി, നമ്മുടെ റോഡായാലും പാലങ്ങളായാലും, അതുപോലെ തന്നെ ക്ഷേമകാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന പുതിയ നമ്മുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി, അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം മുമ്പുണ്ടായിരുന്ന 600 രൂപ പെൻഷനിൽ നിന്ന് ഇന്ന് 2000 എത്തിയിരിക്കുകയാണ്. നമ്മുടെ പുതിയ കരട് പദ്ധതിയിൽ പറയുന്നത് 3000 പെൻഷൻ നൽകുമെന്നാണ്. അപ്പോൾ അതുകൂടി വീണ്ടും സർക്കാർ നമ്മുടെ വീണ്ടും ജനങ്ങൾ നമ്മുടെ സർക്കാരിന് മൂന്നാമതും അധികാരത്തിലേക്ക് എത്തിക്കും. തീർച്ചയായിട്ടും 100-ലധികം സീറ്റുകൾ നേടിയിട്ട് ശക്തമായിട്ടുള്ള രീതിയിൽ UDF തിരിച്ചു വരും. കാരണം കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് പൊരുതിമുട്ടുകയാണ് കേരളത്തിലെ ജനങ്ങൾ. നല്ലൊരു റിസൾട്ടായിരിക്കും ഇപ്രാവശ്യം UDF ഉണ്ടാവുക. കേരളം ആര് ഭരിക്കും, അതിന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണ്? കേരളം ഇടതുപക്ഷം തന്നെ ഭരിക്കണം, എന്നാലേ വികസന കുതിപ്പിന് ഇനിയൊരു തുടർച്ചയായിട്ട്, അതായത് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വരുന്നുള്ള നല്ല ഒരു വിശ്വാസമുണ്ട്, ധാരണയുണ്ട്. അതിനേക്കാളും നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പുരോഗതി, അതായത് വിദ്യാഭ്യാസമായ ആരോഗ്യ മേഖലയും, അതായത് പൊതുമരാമത്തായാലും ഏത് മേഖല നോക്കിയാലും കുതിപ്പാണ്. പിന്നെ ഇടതുപക്ഷത്തിന്റെ ആ കൈകൾക്ക് ശക്തി പകരാൻ വേണ്ടി ജനങ്ങളാകെ ഇതാക്കി നിൽക്കുന്ന സമയം കൂടിയാണെന്ന് തോന്നുന്നു. നമ്മളൊരു അതായത് ജീവനക്കാരെ കാര്യമായാലും എല്ലാം കൊടുത്തത് ഇതാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് മുമ്പിലാണെങ്കിൽ ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുത്താൽ അവർക്ക്, അതായത് ബാക്കിയുള്ള കാർഷിക മേഖല അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള തരത്തിലാണ് ഉണ്ടായത്. എങ്കിലും അത് ഒതുക്കി പരമാവധി അവരെ കഴിവിനനുസരിച്ച് തന്നെ സാമ്പത്തിക മേഖലയിൽ ഉയർച്ചേണ്ടതിനനുസരിച്ച് അത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലും ഈ ഗവൺമെന്റ് നല്ല ഇനിയും പിണറായി ഭരിക്കണം, അതായത് ഈ ഇടതുപക്ഷം ഭരിക്കണം എന്നുള്ള ആത്മവിശ്വാസമാണ് എന്നിലുള്ളത്. 10 വർഷം പിണറായിന്റെ ഈ നെരുകെട്ട ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. ഇപ്പോൾ അപ്പൊ ജനങ്ങൾ അതിനെതിരായിട്ട് വിധി എഴുതും. അതായത് ജനങ്ങൾ ഒന്നാകെ, അതായത് നമ്മളെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും നല്ല ഇതാണ്. ജാതി മതവർഗീയ ശക്തികളെ എതിർത്തുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടുള്ള ആ പ്രവർത്തനമാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ഐക്യം എന്നുള്ളത്. നമുക്ക് ചൂടിന്റെ സമയത്ത് ചൂട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, ഇത്ര വേണം കേരള
ഇപ്രാവശ്യം കേരളം BJP ഭരിക്കും. BJP ഭരിക്കും ഉറപ്പന്നെ. അപ്പോൾ എന്തുകൊണ്ട് ഭരിക്കും എന്ന് പറയുന്നത്? നാടിന്റെ വികസനം പറ്റിയിട്ട് നല്ലൊരു മോദിയുടെ ഇതെല്ലാം വന്നതിനോട് ഏകദേശം BJP ഭരിക്കും. ഏകദേശം BJP ഭരിക്കും. അപ്പോൾ എന്താ പറയാനുള്ളത്? BJP ഭരിക്കാം. ചേച്ചിക്ക് എന്താ? BJP തന്നെ. ഇലക്ഷൻ്റെ ഒക്കെ ടൈമാണ്. അപ്പോൾ ഇത് കേരളം ആര് ഭരിക്കും, ആര് ഭരണത്തിൽ കയറും എന്ന് നമുക്ക് ചോദിച്ചാൽ അപ്പോൾ വേറെ പ്രതീക്ഷ എന്തുകൊണ്ട് LDF ഇത് ഭരണത്തിൽ കയറണം എന്ന് പറയുന്നു? LDF ഇപ്പോൾ കുറേ പദ്ധതി എല്ലാം ഇതാക്കിയിന്, റോഡ് പിന്നെ സ്കൂൾ ഹൈടെക് ആക്കിയിന്, എല്ലാം കൊണ്ട് നല്ലൊരു മെച്ചപ്പെട്ട ഭരണം. നല്ല മെച്ചപ്പെട്ട ഭരണം. കാരണം വികസന പ്രവർത്തനങ്ങളാണ് വികസനമാണ്. അടൂർ സ്കൂളായെങ്കിൽ 10 വർഷത്തിന് മുമ്പ് ഉണ്ടായ സ്കൂളല്ല ഇപ്പോൾ. എല്ലാവരും ഇപ്പോൾ ഇന്ന് വന്നിട്ടും പറഞ്ഞ് നല്ല സ്കൂളായി. 10 വർഷം ഭരണം ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ, നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവും. അതെങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? കഴിഞ്ഞ 2016 നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ കുടിശ്ശിക 18 മാസം കുടിശ്ശികയായിട്ട് വെച്ച UDF സർക്കാരാണ്. അതിനുശേഷം നമ്മൾ പ്രഖ്യാപിച്ച 1000 രൂപയിൽ എത്തിച്ച് അത് വീടുകളിലെത്തിച്ച് ഇപ്പോൾ അത് 2000 കൃത്യമായിട്ട് നൽകുന്നുണ്ട്. പിന്നെ പവർ കട്ടില്ലാത്ത കേരളം, പിന്നെ NH റോഡ്, നല്ല റോഡ്, പിന്നെ സ്കൂളിൻ്റെ കാര്യത്തിലെടുത്താൽ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂൾ സൗകര്യങ്ങളുണ്ട്, ആരോഗ്യരംഗത്ത് നേട്ടങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടും നമ്മൾ ഉദ്മാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും CH തന്നെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതും തുടർന്ന് നമ്മുടെ പിണറായി വിജയത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ 3-ാം ടൈം അധികാരത്തിൽ വരുന്നതെന്ന് ഒരു സംശയം നമുക്കില്ല. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. ഇടതുപക്ഷം തന്നെ കേരളം ഭരിച്ചാൽ മാത്രമേ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുള്ളൂ. നല്ല ഭരണം തന്നെ ഇതുവരെ ഭരിച്ചത്. വീണ്ടും പിണറായി എന്തുകൊണ്ട് ഇത് CPM തന്നെ ഭരിക്കണം എന്ന് പറയുന്നത്? ഇത് വികസനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒന്നും കേൾക്കില്ല. ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ വോട്ടടിക്ക് വന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇനി അങ്ങോട്ട് കേരളം ആര് ഭരിക്കും? ആര് ചോദിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. നമ്മ വെച്ച് നമ്മൾ ജീവിക്കുന്നത്. ആര് ഭരണത്തിൽ വന്നാലും നമുക്കല്ല അറിയാമല്ലോ. ആര് വന്നാലും നമുക്കൊന്നും അങ്ങനെ ഒന്നും അങ്ങനെ മുമ്പേ അങ്ങനെ നമുക്ക് വെച്ചാൽ നമുക്ക് ചോദിക്കും. ഒരു അവകാശമുണ്ട് ഒരു വോട്ട്. 2016 UDF വന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്ക് എപ്പോഴത്തെ പോലെ നമ്മൊന്നും ജീവിക്കുന്നത്. നമുക്ക് പണ്ടങ്ങനെ ജീവിക്കണം, അതേപോലെ ഒന്നും ജീവിക്കുന്നു. നമുക്ക് പിന്നെ ഒരു പ്രത്യേക തരത്തിലില്ല.